നമസ്കാരം. ജനചിന്ത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡെയിലി എന്ന് പറയുന്ന ഒരു നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, ഒരു സന്നദ്ധ സംഘടനയെ റെപ്രസെന്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. 50 വർഷങ്ങൾക്ക് മുമ്പ് പുനലാൽ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് ആരംഭിച്ച ഒരു സന്നദ്ധ സംഘടനയാണ്. കഴിഞ്ഞ 10 വർഷമായി ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളുടെ ഇടയിൽ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായി സന്നദ്ധ സംഘടനകളുടെ ഒരു ഇടപെടൽ ട്രാൻസ്ജെൻഡേഴ്സിനിടയിൽ വരുന്ന ഡെയിലിയുടെ ഭാഗത്തു നിന്നാണ്. 10 വർഷങ്ങളായി ട്രാൻസ്ജെൻഡേഴ്സിനിടയിൽ ഡെയിലിയുടെ ആക്ടിവിറ്റീസ് നടന്നു വരുന്നു. അപ്പൊ അതിന്റെ 10ാമത് വാർഷികാഘോഷവും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുള്ള ഒരു ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളുടെ ഒരു ഫെസ്റ്റും ഈ വരുന്ന ജനുവരി 3-ാം തീയതി ഹസൻ മരക്കാർ ഹോമിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും ട്രാൻസ്ജെൻഡേഴ്സിലുള്ള ആൾക്കാർക്കുള്ള വിവിധ മത്സരങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ പല കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയും, അതിലുപരി നമ്മുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളന ഉദ്ഘാടനവും അന്ന് നടക്കുകയാണ്. അന്ന് പ്രധാനമായിട്ട് 2 പ്രധാന പദ്ധതികളുടെ തുടക്കം കൂടി അന്ന് കുറിക്കുകയാണ്. ഒന്ന്, നമുക്കറിയാം ട്രാൻസ്ജെൻഡേഴ്സിനിടയിലുള്ള ആത്മഹത്യകളും അതുപോലെ തന്നെ അവരനുഭവിക്കുന്ന പല രീതിയിലുള്ള സ്ട്രെസ്സുകളും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുടുംബാംഗങ്ങളെ നമുക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ക്രൈസിസുകളെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാരോഗ്യ പദ്ധതിയുടെ തുടക്കം അന്ന് കുറിക്കുകയാണ്. അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു കൗൺസിലിംഗ് സപ്പോർട്ടും അതോടൊപ്പം തന്നെ കെമിക്കൽ സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ അതിന് സൈക്കാട്രിസ്റ്റിന്റെയും സപ്പോർട്ട് കൂടി എൻഷുർ ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയുടെ തുടക്കം കുറിക്കുകയാണ്. അതുപോലെ 60 വയസ്സ് കഴിഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സിനിടയിൽ വളരെ മോശമായ സാമ്പത്തിക അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ അവർക്കായിട്ട് ഒരു ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്കായിട്ട് ഒരു ചെറിയ പെൻഷൻ സ്കീമും ഡെയിലിയുടെ പേരിൽ ആരംഭിക്കുകയാണ്. അപ്പൊ ഈ 2 പദ്ധതികളുടെ തുടക്കവും അത് കുറിക്കും. ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ആന്റണി രാജു സാറ് ഇനാഗ്രേറ്റ് ചെയ്യുന്ന പെൻഷനിൽ നമ്മുടെ ഈ മാനസികാരോഗ്യ പദ്ധതി എം വിൻസെന്റ് MLA, ബഹുമാനപ്പെട്ട കോവളം കോൺസ്റ്റിറ്റ്യുവൻസിയുടെ MLA ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വെളത്തൂർ രാധാകൃഷ്ണൻ സാറ് നമ്മുടെ പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിക്കും. തുടർന്ന് കേരള എക്സ് സൊസൈറ്റിയുടെ ഡയറക്ടർ ശ്രീലത മേഡം, അതുപോലെ തന്നെ പ്ലേബാക്ക് സിംഗർ രവിശങ്കർ സാറ്, അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള ഗായത്രി ബാബു മാഡം, ഷൈനി മോൾ മാഡം സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും, കാർബിന്റെ ഡയറക്ടർ ഹരികുമാർ സാറ്, കസാക്സിന്റെ തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ ബാലമഞ്ജു, അതുപോലെ തന്നെ TG സെല്ല് സാമൂഹ്യനീതി വകുപ്പിന്റെ ട്രാൻസ്ജെൻഡർ സെല്ലിന്റെ പ്രോജക്ട് ഓഫീസർ ആയിട്ടുള്ള ശ്യാമ, ഒയാസിസ് കൾച്ചറൽ സൊസൈറ്റി, നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിനിടയിലുള്ള തന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ് ഒയാസിസ്, അതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമയി, അതുപോലെ തന്നെ ലിബർട്ടി ഫൗണ്ടേഷന്റെ ശ്രീകുട്ടി, സന്ധ്യ രാജേഷ്, അസ്മ, അതുപോലെ തന്നെ കുഞ്ഞാക്ക, അങ്ങനെ ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ഒരു 300-ൽ കുറയാതെ ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളുടെ ഒരു പാർട്ടിസിപ്പേഷനെ നമ്മുടെ അന്നത്തെ പ്രോഗ്രാമിൽ പ്രതീക്ഷിക്കുകയാണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും സഹകരണം അന്നത്തെ ദിവസം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് പ്രോഗ്രാം നീണ്ടുനിൽക്കുക. നമ്മുടെ പൊതുസമ്മേളനം രാവിലെ 11 മണി മുതൽ 12 മണി വരെയാണ്. എല്ലാവരും പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ഒയാസിസ് നമ്മുടെ സുഹൃത്തുക്കളുടെ ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളുടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ്. ആ ഓർഗനൈസേഷന്റെ സെക്രട്ടറിയാണ്. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഓൾറെഡി തന്നെ ഒരുപാട് ട്രാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യൂർ റിലേറ്റഡ് ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പൊ ആ പരിപാടികൾക്കിടയിൽ ഒരു പ്രോഗ്രാം കൂടെ തിരുവനന്തപുരത്തെ പൗരവലിക്ക് മുമ്പിൽ ഡെയിലി സുരക്ഷാ പ്രോജക്റ്റ് അവതരിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും ഒരു പ്രാതിനിധ്യം ഈ ഒരു പരിപാടിയിൽ ഉണ്ടായിരിക്കണമെന്നും കൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. താങ്ക് യു.